നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒന്ന് നന്നായിട്ട് ചൂടാവണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്കൊന്ന് ചൂടായി എടുക്കണം. തേങ്ങയുടെ ആ ഒരു ചിരട്ടയൊക്കെ, അതായത് കത്തിക്കരുത്, നന്നായിട്ട് ചൂടായാൽ മതി. എന്നതിന് ശേഷം നമ്മളൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു കല്ലോ കാര്യങ്ങളോ വെച്ചിട്ട് ഇതിങ്ങനെ പൊട്ടിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ചിരട്ട മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ ആയതിന് ശേഷം നമുക്ക് പിന്നെ അത് ക്ലീൻ ആക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ചിരവില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ടിപ്പ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിരവുള്ളവർക്ക് ചിലർക്ക് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് തേങ്ങയൊക്കെ നമുക്ക് ചിരവണം, അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു മെത്തേഡാണ് കേട്ടോ ഏറ്റവും ഈസി. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു പുറം ഭാഗത്തുള്ള ആ ഒരു ബ്ലാക്ക് പോർഷൻ കളയണം, ബ്രൗൺ കളർ കളയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളയാം. അത് കളയണം നിർബന്ധമല്ല. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കളഞ്ഞിട്ടുള്ളത്. അത് കളയണം എന്നൊരു നിർബന്ധമല്ല.